സൂര്യകാന്തിപ്പൂ. നല്ല വെയിൽ ഇവിടുന്ന് അടിക്കുന്നുണ്ട്. ഈ പൂവിനൊന്നും കൂടി തിരിഞ്ഞു നിന്നൂടെ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക തരം ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാവും, ഞാനിപ്പോൾ നിൽക്കുന്നത് സുന്ദരപാണ്ഡ്യപുരം എന്ന് പറയുന്ന ഒരു സൺഫ്ലവർ പാടത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സുന്ദരപാണ്ഡ്യപുരം. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് വരുവാണെങ്കിൽ തെന്മല തെങ്കാശി കഴിഞ്ഞിട്ട് വരുന്നതാണ് സുന്ദരപാണ്ഡ്യപുരം. ഏകദേശം ഒരു 120 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ രാവിലെ ഒരു 11 മണിയായപ്പോൾ തിരിച്ചതാണ്. അപ്പം വന്നപ്പോൾ നല്ല വെയിലുണ്ട് അത്യാവശ്യം. അപ്പം ബാക്കി വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പം ഇവിടെ ഈ ഒരു സുന്ദരപാണ്ഡ്യപുരം ഈ ഒരു സൺഫ്ലവർ പാടത്തിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീസ് അവർ പറയുന്നുണ്ട്. 25 രൂപയാണ് ഒരാൾക്ക് ഒരു റേറ്റ് പറയുന്നത്. കാരണം അവർ ആ 25 രൂപ ഇടാനൊരു റീസൺ എന്ന് പറയുന്നത്, കാരണം ഇത് അവരുടെ നിത്യജീവിത ഒരു മാർഗമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ പോലത്തെ ആൾക്കാർ വന്നിട്ട് ഇതുപോലെ പൂവിനെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു വരുമാന മാർഗമാണ് ഇല്ലാതായി പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവർ 25 രൂപ മുതലാകുന്നത്. 25 രൂപയാണെങ്കിലും ഇവിടെ വർത്താണ്. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് 25 രൂപ കൊണ്ട് മുതലാക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സീസൺ ടൈം അനുസരിച്ചിട്ടാണ് ഇവിടെ ആൾക്കാർ കൂടുന്നതനുസരിച്ച് പിന്നെ അവരെ റേറ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമോ അതെനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഇന്ന് വന്ന സമയത്ത് 25 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാക്കി വിശേഷങ്ങൾ ഇതിലൂടെ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻട്രൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിലേക്കൂടെയാണ് നമുക്ക് കയറി പോകാനുള്ളത്. അപ്പോൾ ഇവിടെ കൂടുതലും ഇപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പം കേരളത്തിൽ നിന്നാണ് കേട്ടോ കുറേ ആൾക്കാർ ഇവിടെ ഇത് കാണാൻ വേണ്ടി വന്നേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, തേനും അത്യാവശ്യം നല്ല തേനീച്ചയും ഇതൊക്കെയുണ്ട്.